തദ്ദേശീയമായി വികസിപ്പിച്ച D4 ഡ്രോൺ സംവിധാനം ആവശ്യപ്പെട്ട് തായ്വാൻ. മേഖലയിൽ ചൈനീസ് പ്രകോപനങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് തായ്വാൻ DRDO വികസിപ്പിച്ച ഡ്രോൺ സംവിധാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, തായ്വാൻ ഉൾപ്പെടെ മറ്റ് ചില രാജ്യങ്ങൾ കൂടി ഈ ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ച D4 ഡ്രോൺ സംവിധാനം ആവശ്യപ്പെട്ട് രംഗത്ത് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രത്യേകിച്ച് തായ്വാൻ്റെ കാര്യത്തിൽ ചൈനീസ് പ്രകോപനങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ് ഗൗതം ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? അനിൽ നമ്പ്യാർ, ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയാണ് തായ്വാൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു നീക്കം. നമുക്കറിയാം, ചൈന തുടർച്ചയായി തായ്വാൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ അത് വിവിധ രീതിയിലുള്ള പ്രകോപനങ്ങൾ, പ്രത്യേകിച്ച് ഡ്രോണുകളും മറ്റും അയച്ചുള്ള പ്രകോപനങ്ങൾ തുടർച്ചയായി ചൈന തായ്വാന് മേൽ നടത്തുന്നുണ്ട്. ഏക ചൈന എന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ തായ്വാൻ തങ്ങളുടെ ഭാഗമാണ് എന്നാണ് കമ്മ്യൂണിസ്റ്റ് ചൈന വർഷങ്ങളായി തന്നെ അവകാശപ്പെടുന്നത്. അതിനാൽ ഇത്തരം പ്രകോപനങ്ങൾ തുടരുന്നതിനിടയിലാണ് ഈ ഡ്രോണുകളെ കൃത്യമായി തന്നെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ച നമ്മുടെ DRDO വികസിപ്പിച്ച D4 ഈ ഡ്രോൺ പ്രതിരോധ സംവിധാനം ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ തായ്വാൻ ഭാരതത്തെ സമീപിച്ചിരിക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ഘടകം. ഇതിൻ്റെ കാരണമെന്നത് ഏതാണ്ട് ഒരു മാസങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം, കഴിഞ്ഞ മെയ് മാസത്തിലെ ഈ ദിവസങ്ങളിലാണ് ഓപ്പറേഷൻ സിന്ദൂർ ഭാരതം വിജയകരമായി നടത്തുകയും പിന്നീട് പാകിസ്ഥാൻ ഡ്രോണുകൾ അയച്ചുകൊണ്ട് ചില പ്രകോപനങ്ങൾ നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഏതാണ്ട് 1000-ന് ഡ്രോണുകൾ ഇവർ 3 ദിവസങ്ങൾക്കിടയിൽ നമ്മുടെ അതിർത്തിയിലേക്ക് പറത്തിവിട്ടെങ്കിലും ഒരു ഡ്രോൺ പോലും നിലത്ത് പതിക്കാതെ, ഭൂമിയിൽ പതിക്കാതെ ആകാശമാർഗം തന്നെ അതിനെ കൃത്യമായി പ്രതിരോധിക്കുന്നതിൽ ഭാരതത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ സുപ്രധാനമായ പങ്ക് വഹിച്ചു. അതിൽ DRDO തദ്ദേശീയമായി വികസിപ്പിച്ച ഈ D4 പ്രതിരോധ സംവിധാനം ഡ്രോണുകളെ വീഴ്ത്തുന്നതിൽ വളരെ നിർണായകമായ പങ്കാണ് വഹിച്ചത്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ D4 ഡ്രോൺ പ്രതിരോധ സിസ്റ്റം ആവശ്യപ്പെട്ടുകൊണ്ട് തായ്വാൻ രംഗത്തെത്തിയിരിക്കുന്നത്. ചൈന പറത്തിവിടുന്ന ഡ്രോണുകളെ ചൈന പ്രത്യേകിച്ച് ഈ തായ്വാൻ്റെ അതിർത്തിയിലേക്ക് അവരുടെ ഈ വിമാനത്താവളങ്ങൾ, അതോടൊപ്പം തന്നെ അവരുടെ ആയുധ കേന്ദ്രങ്ങൾ, മറ്റ് രഹസ്യമായി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പകർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ചൈന പലപ്പോഴും ഈ ഡ്രോണുകൾ തായ്വാനിലേക്ക് പറത്തുന്നത്. അത്തരം ഡ്രോണുകൾ എത്തിക്കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഭാരതത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് തായ്വാൻ ഭാരതത്തെ സമീപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളായി ഭാരതത്തിൻ്റെ പ്രതിരോധ മേഖലയിലെ കയറ്റുമതി അത് വലിയ തോതിൽ വളർന്നിരിക്കുകയാണ്. UPA സർക്കാർ രാജ്യത്ത് അധികാരത്തിൽ നിന്നും താഴേക്കിറങ്ങുന്ന 2013-14 കാലത്ത് ഭാരതത്തിൻ്റെ ഡിഫൻസ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് കേവലം ഏതാണ്ട് 600 കോടിക്ക് ഇടയിൽ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ നിലവിൽ അത് 21,000 കോടി രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇറ്റലി ഉൾപ്പെടെയുള്ള, റഷ്യ ഉൾപ്പെടെയുള്ള പല പാശ്ചാത്യ രാജ്യങ്ങൾ പോലും ഭാരതത്തിൽ നിന്നും ആയുധങ്ങൾ ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്നു എന്നത് ശ്രദ്ധേയമാണ്. എന്തായാലും ഇപ്പോൾ തായ്വാനും ഭാരതത്തിൻ്റെ പ്രതിരോധ സംവിധാനം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമീപിച്ചിരിക്കുന്നു. ഏഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള വിയറ്റ്നാം, അതോടൊപ്പം തന്നെ ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ബ്രഹ്മോസ് പോലുള്ള മിസൈലുകൾ അടുത്ത കാലത്ത് വാങ്ങിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തായ്വാനും ഭാരതത്തിൻ്റെ തദ്ദേശീയമായി വികസിപ്പിച്ച പ്രതിരോധ സംവിധാനങ്ങൾ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എത്തിയിരിക്കുന്നത്. അനിൽ നമ്പ്യാർ.